എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മനുഷ്യന്റെ ഈമാനിനനുസരിച്ച് ഖബറിനുള്ളിൽ അവന് ഗുണം ലഭ്യമാവുന്നു. അതില്ലാത്തതനുസരിച്ച് അവന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ അനുഭവിക്കുവാനും കഴിയുന്നു. ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മളൊക്കെ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ, ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ. എന്നാൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്കൊരാളെ ഖബറടക്കേണ്ട രംഗമുണ്ടായാൽ റസൂലുള്ള പറയുകയാണ്, ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സ്വാലിഹീൻ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ നല്ല ആളുകൾ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കിടക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളുടെ പള്ളികളിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൂല, നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചായിരിക്കും അത് വരിക. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ മയ്യിത യതഅല്ലാ ബിജാരിസൂ. കള്ളുകുടിയനാണെങ്കിൽ, വ്യഭിചാരിയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഖബറിനുള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷ ഇവന്റെ അയൽക്കാരന് ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, വഹൽ യൻഫഉൽ ജാറുസ് സാലിഹു ഫിൽ ആഖിറ. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അയൽവാസിയെയാണ് കിട്ടിയതെങ്കിൽ അതവന് ഉപകാരപ്പെടുമോ? അതേ, ഉപകാരപ്പെടും. റസൂലുള്ള ചോദിച്ചു, ഹൽ യൻഫഉ ഫിദ് ദുനിയാ. ദുനിയാവിൽ ആ വ്യക്തിക്ക് ഉപകാരപ്പെടുമോ നല്ല അയൽവാസി? ഉപകാരപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. കദാലിക യൻഫഉ ഫിൽ ആഖിറ. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്തും ഈ വ്യക്തിക്ക് നല്ല അയൽവാസി ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ അതൊരു ഭാഗ്യമാണ്. വേറെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത്. ലാ തത്വലിഉ ഫിൽ ഖബർ. നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത്. ലാ തത്വലിഉ ഫിൽ ഖബർ. നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുത്. നമ്മൾ ഖബറടക്കാൻ പോയാൽ അങ്ങനെ ആയിരിക്കും, ഇത് വലിപ്പം കൂടുതലാണ്, ഇത് ആഴം കുറവാണ്, ഈ തടിയൻ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മൾ ഓർക്കണമല്ലോ. ഹബീബായ റസൂലുള്ള പറയുകയാണ്, ഫലഅസാ അൻ തഹുല്ലൽ ഉഖദു ഫതറാ ഹയ്യതൻ സൗദാ മുതവഖതൻ ഫീ ഉനുഖിഹി. ഒരു പക്ഷേ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ആ ശിക്ഷ അത്രമേൽ വേഗത്തിൽ അവന് ലഭ്യമാകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വബോധവും നിങ്ങളുടെ ബുദ്ധിയുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നത് കാരണത്താൽ നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.